അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മാക്ക് സമാധാനമില്ല. വീണ്ടും ഷമ്മാസദ ഹുസൈൻ ഹാജിയുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. പഠിച്ചോനെ, എന്താ ഈ കുട്ടി ഇങ്ങനെ? എത്ര സമയമായി മോളെ നുസിയെ? ആ ഉമ്മ, സമയം കുറേ നേരമായല്ലോ. നമുക്ക് എവിടെ ഷാമോൻ എന്താ വരാത്തത്? ഉമ്മ എന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കായിരിക്കും. ആ ആയിക്കോട്ടെ, കുറച്ചു നേരം കൂടി കാത്തു നിൽക്കാം. വന്നവരൊക്കെ പോയിട്ടുണ്ട്. അല്ലാ, ആരൊക്കെ വിളിക്കണത്? ആ നവാസാണല്ലോ. ഹലോ മോനെ. ആ ആ മോനെ, പോരാൻ നിൽക്കാണ്. ഇപ്പം വരും മോനെ, അധികം വൈകൊന്നുമില്ല. ഷമ്മാസ് എന്തോ കാര്യപ്പെട്ടിട്ട് സംസാരത്തിനും ചർച്ചയിലൊക്കെയാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ വരും. ആ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചത് എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഓൾക്ക് പിന്നെ നുസൈബാനെ കിട്ടിയാൽ മതിയല്ലോ. ആ മോനെ, ഇപ്പോൾ വരാം കേട്ടോ. ഷമ്മാസ് എന്തോ അർജൻറ്റായിട്ട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോന് പള്ളിയിൽ പോയോ? ഇവനെന്തേക്കും തറാവി ഒന്നും നിസ്കരിക്കാൻ നേരം വൈകണില്ല, അല്ലെങ്കിൽ കാണല്ലേ വേഗം ഓടണേ. ഈ സമയം അതാ ഹുസൈനാജിയുടെ റൂമിൽ ഷമ്മാസുൻ ഭയങ്കര ചർച്ചയിൽ തന്നെയാണ്. ഹുസൈനാജി പറഞ്ഞു, മോനെ അസ്കർ, പനുകുട്ടി ഒന്ന് തൽക്കാലം മാറി നിന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അവരോട് കാര്യം പറയാണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാ കാര്യങ്ങളുമാണ് പറയുന്നത്. ഷമ്മാസേ, ഞാനെടുത്ത അമ്മാടിയായിരുന്നു. എൻ്റെ കാര്യം നിനക്കറിയാലോ. എല്ലാം കൊണ്ടും ഞാൻ പറ്റ മോശമായിരുന്നു മോനെ. എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ അത്രക്കും നീചമായ, ആരും വെറുക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു സമൂഹം എന്നെ വെറുക്കപ്പെട്ടു, എൻ്റെ ഭാര്യ അടക്കം. അവളിന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. എങ്ങനെ വരും? അത്രക്കും വലിയ കൊല്ലാൻ വരെ ഞങ്ങളെ ശ്രമിച്ചില്ലേ. കോണിയുടെ മുകളിൽ നിന്ന് ഞാനും ഒന്ന് രണ്ട് പെണ്ണുങ്ങളും കൂടിയിട്ടാണ് അവളെ പൊക്കിയെടുത്ത് താഴേക്കിട്ടത്. കുറേ ദിവസം അവൾ ചലനശേഷിയില്ലാതെ അങ്ങനെ കിടന്നു. ഞാൻ കരുതി മരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ പതുക്കെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. എൻ്റെ മോൻ അസ്കർ അവനെയും ഒരുപാട് ഉപദ്രവിച്ചു, എൻ്റെ ഭാര്യയെയും. മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ ഞാൻ വെറുതെ വിടില്ല. അതായിരുന്നു എൻ്റെ സ്വഭാവം. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പം അടുത്ത് വരെ. ഇപ്പോഴല്ലേ എനിക്കൊന്നിനും കഴിയാതായത്. മോനെ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ നിൻ്റെ ഭാര്യയുടെ കൂടെ ജീവിച്ചോളൂ, പക്ഷേ എപ്പോഴും നല്ലൊരു സേഫ്റ്റി വേണം. നിങ്ങളുടെ ജീവിതം തകർക്കുവാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്നാണ് അവൾ പറഞ്ഞത്. അവളോ? ആരാണത്? എങ്ങനെയെങ്കിലും അവരെ ഇല്ലാതാക്കണം, നശിപ്പിക്കണം. അവർ തമ്മിലൊരിക്കലും ജീവിക്കാൻ പാടില്ല ഒരുമിച്ച്. അതെനിക്ക് ഇഷ്ടമല്ല. അതിനു വേണ്ടി അതില്ലാതാക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് എന്നാണ് അവൾ പറഞ്ഞത്. ഹാജിയരെ, നിങ്ങൾ അതാളെ പറയോ? ഒന്ന് എനിക്കൊന്ന് പറയാം. കുറച്ചുകൂടി കാര്യങ്ങൾ പറയാണ്ട്. പറ. അതിനു വേണ്ടിയിട്ട് അവൾ പറഞ്ഞു എന്തിന് ഞാൻ തയ്യാറാണെന്ന്. ഒടുവിൽ ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ നിക്കാഹ് കഴിക്കണം, എൻ്റെ ഭാര്യയാക്കണം, ഇവിടെ നീ താമസിക്കണം. അത് പറഞ്ഞപ്പോഴും അവൾക്കൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അവൾ അതിന് സമ്മതിച്ചു. ഓക്കെ, നിങ്ങളെന്നെ നിക്കാഹ് കഴിച്ചോളൂ, പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ സാധിപ്പിച്ചു തരണം. എങ്ങനെയെങ്കിലും അവരെ ഇല്ലാതാക്കണം. ആയിക്കോട്ടെ മോളെ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ നിന്നെ ഇവിടുത്തെ രാജകുമാരിയായി വാഴിക്കും. ആദ്യമൊക്കെ അവൾ വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് തോഴികളൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും നല്ലൊരു ഭാഗ്യം നിനക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് കരുതിയിട്ട് അവൾ അതിന് സമ്മതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതെ, അവളെ ഞാൻ നിക്കാഹ് കഴിക്കുകയാണ്. അവളെ ഞാൻ എൻ്റെ വധുവാക്കി സ്വീകരിക്കുകയാണ്. ആ ദിവസമാണ്. അങ്ങനെ ആ ദിവസം വന്നെത്തി. അവളെ ഞാൻ കല്യാണം കഴിച്ചു. എത്രയോ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സും അവൾക്ക് വാങ്ങിക്കൊടുത്തു. അവളതെല്ലാം അണിഞ്ഞ് മണവാട്ടിയായി. വിവാഹം കഴിഞ്ഞ ആ ദിവസം രാത്രി ഷമ്മാസ് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. അവനൊരു നിമിഷം സമയം നോക്കി. അല്ലാ, സമയം ഹജരെ, സമയം 8:15 തറാവിഹ് തുടങ്ങാനേ ഇനി അധികം. ഹജരെ, ഞാനൊന്ന് പോയിട്ട് വരാം. മോനെ, നിനക്ക് ബാക്കി കേൾക്കണ്ടേ? എൻ്റെ തറാവീഹ് നഷ്ടപ്പെടും. എനിക്ക് കേൾക്കണം, എല്ലാം വിശദമായി കേൾക്കണം. ആ നിമിഷം തന്നെ അതാ ഹാജിയരോട് സലാം പറഞ്ഞ് അതാ അവൻ പുറത്തേക്കിറങ്ങുന്നു. അവൻ്റെ കണ്ണും മുഖവും വല്ലാതെ ആയിട്ടുണ്ട്. ഉമ്മ ചോദിച്ചു, മോനെ എന്തു പറ്റി?
മോൻ നിസ്കരിക്കാനൊന്നും പോണില്ലേ? മറ്റേ വലിയ തിരക്കായിരുന്നല്ലോ. ആ ഉമ്മ പോവാണ്. ഉമ്മ നമുക്ക് പോയാലോ? മോനെ എന്നാൽ മോന് പള്ളിയിൽ പോയിട്ട് വാ, എന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഇനി അവിടെ എത്തുമ്പോൾ നേരം വൈകൂലേ? അതെ ഉമ്മ, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. ഷമ്മാസദ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നുസൈബയുടെ ഫ്രണ്ട് ഷിഫക്കും അവർക്കും ഉമ്മാർക്കൊക്കെ കുറച്ചുകൂടി സംസാരിക്കുവാനൊക്കെ ഉള്ള സമയം കിട്ടി. അവരും അതാ നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. അവർ ഒരുമിച്ച് അങ്ങനെ ജമാഅത്തായി അവരും അതാ തറാവീഹ് നിസ്കരിക്കുന്നു. ഹുസൈനാജി എന്താണ് പറയുന്നത് എന്നൊന്നും അവർക്ക് അറിയുന്നേയില്ല. എന്തായിരിക്കും ഇത്രയധികം സംസാരിക്കാൻ ഉമ്മ വിചാരിച്ചു, നുസൈബയും വിചാരിച്ചു. എത്ര ടൈമാണ് സംസാരിക്കുന്നത്, എന്താണാവോ? അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. ഹുസൈനാജിയുടെ ഭാര്യ പറഞ്ഞു, അല്ല നിങ്ങൾ മൂപ്പരെടുത്തേക്ക്? ഇല്ലല്ല, ഞാൻ പോയിട്ടില്ല കേട്ടോ. ഷിഫ പറഞ്ഞു, ഉമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു പഴയ തെറ്റുകളൊക്കെ ഒന്ന് പുറത്തു കൊടുത്താൽ. മോളെ അതിന് അങ്ങനെയുള്ള തെറ്റൊന്നുമല്ലല്ലോ, അതൊന്നും മറക്കാനും പൊറുക്കാനും പറ്റാത്ത തെറ്റുകളാണ്. അതൊന്നും ഒരു പെണ്ണും ഒരിക്കലും മറക്കില്ല. തൻ്റെ ഭർത്താവിന് അങ്ങനെയൊക്കെ ബന്ധങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് മനസ്സിൽ നിന്ന് മായോ? അതൊന്നും അവിടെ അങ്ങനെ കല്ലിൽ കൊത്തിയ പോലെ നിൽക്കുകയാണ്. മോളെ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചാണ് അദ്ദേഹം. ഉമ്മ അതൊന്നും പറയണ്ട, ഒക്കെ കഴിഞ്ഞു പോയതല്ലേ. ശരിയാണ് മോളെ, പക്ഷെ അദ്ദേഹത്തിൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ പക്ഷെ വീണ്ടും ജീവിക്കേണ്ട ഒരവസ്ഥയാണ് എനിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ മൂപ്പരെടുത്തേക്ക് പിന്നെ പോയിട്ടില്ല. എനിക്ക് ആ മുഖം തന്നെ കാണണ്ട. എന്നോ വെറുത്തു പോയതാണ്. അത്രക്കും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടീനെ. അതൊന്നും ഞാൻ പറയണ്ട, പഠിച്ചോൻ പുറത്തു കൊടുക്കട്ടെ. കാരണം ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഓരോ അസുഖം. പിന്നീട് ഇപ്പോൾ ഫിറോൻ്റെ കാലം തന്നെ കഥ തന്നെ നോക്കിയാൽ പോരെ, എന്തൊക്കെയായിരുന്നു ഉപദ്രവിച്ചത്, ആൾക്കാരെ കാട്ടിക്കൂട്ടിയത്. ലാസ്റ്റ് എന്തായി? എനിക്ക് എന്തൊക്കെ തന്നെയാണ് ദുനിയാവിൽ നമ്മൾ ഉപദ്രവകാരികളായി ഒരാളെ ഇടങ്ങാറാക്കി ബുദ്ധിമുട്ടാക്കുകയാണെങ്കിൽ പഠിച്ചോ എൻ്റെ ശിക്ഷ ദുനിയാവിൽ തന്നെ തരും എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് ഹുസൈനാജി. പറഞ്ഞിട്ട് കാര്യമില്ല. ഷിഫ പറഞ്ഞു, ഉപ്പ ഇപ്പോൾ പൊറുക്കലിനെ തേടുകയാണ് പഠിച്ചവനോട്. പഴയതൊന്നും ഇനി നമുക്ക് പറയണ്ട, എല്ലാം പഠിച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ. അതിന് ഉമ്മ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. ഉമ്മയുടെ മനസ്സിൽ ആ വേദന വിട്ടുമാറുന്നില്ലായിരുന്നു. അപ്പോഴേക്കും ഷിഫ മുത്താഴത്തിനുള്ള കഞ്ഞിയുമെല്ലാം ഉണ്ടാക്കിയിരുന്നു. ഉമ്മയോട് ചോദിച്ചു, അത് ഷമ്മസ്കാക്ക് എന്താണ് അവർ തറാവീഹ് കഴിഞ്ഞ് വന്നാൽ കുടിക്കുക? അങ്ങനെയൊന്നുമില്ല, ഓൻ ചായയും കടിയൊക്കെ അപ്പോഴാണ് കുടിക്കൽ, ഇപ്പോൾ കുടിക്കലൊന്നുമില്ല. പിന്നെ ഇവിടുന്നായപ്പോൾ അതിനെന്താ ചായയും കടിയുണ്ട്, അതുപോലെ ഞാൻ ജീരകക്കഞ്ഞി അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, കാരണം അസ്കർക്കാക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ടറിന് ഏറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പാക്കും കുറച്ച് കൊടുക്കും. അങ്ങനെയാണ്. എടി പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഈ മരുമകളെന്ന് വെച്ചാൽ എൻ്റെ ഷിഫ വന്നതിൻ്റെ ശേഷം വല്ലാത്തൊരു സമാധാനം തന്നെയാണ്. ആ ഉമ്മ പറഞ്ഞു, മനസ്സിലുള്ള പഴയ വേദനകളും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതൊക്കെ മാഞ്ഞത് എൻ്റെ ഷിഫ എൻ്റെ ജീവിതത്തേക്ക് വന്നതിൻ്റെ ശേഷമാണ്. എൻ്റെ കുട്ടി നല്ലൊരു മോളാണ്. ഓൾക്ക് മനസ്സിലൊന്നുമില്ല, എല്ലാവരും എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കുക, എല്ലാവരും നന്നാവണം എന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ കുട്ടിക്കുള്ളൂ. അതിൻ്റെ ശേഷം എനിക്ക് വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ്. എന്താ അറിയില്ല, അള്ളാഹു എനിക്ക് അരുളിയതാണ്. ഒരു കാലത്ത് ശരിയാണ്, ഞങ്ങളൊരുപാട് ബുദ്ധിമുട്ടിയതാണ്. പക്ഷേ എൻ്റെ ഈ മരുമകൾ വന്നതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു സമാധാനം സന്തോഷമാണ്. അതന്നെ പഠിച്ച റബ്ബ് നമ്മൾ ഒരുപാട് കാലം കുറേ വിഷമിച്ച് കഴിഞ്ഞാൽ പഠിച്ചോൻ അതിൻ്റെ ഇരട്ടി നമുക്ക് സന്തോഷം നൽകും. അതാണ് കൂട്ടിയാൽ മതി. എന്നാലും ഇങ്ങനൊരു ഷിഫനെ കിട്ടിയതും വലിയ ഭാഗ്യം തന്നെയല്ലേ. ശരിയാണ്, ഞാൻ വിചാരിച്ചിരുന്നു ഇതെങ്ങനെയെങ്കിലുമൊക്കെ മുടങ്ങുമോ എന്നുള്ളത്. കാരണം പറയാൻ പറ്റൂലല്ലോ, മുടക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. ആദ്യം കല്യാണത്തിൻ്റെ ഇത് പറഞ്ഞ പോലെ ഉപ്പാക്ക് വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഉപ്പാക്ക് ആരോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് ആകെ മൊത്തത്തിൽ കല്യാണം നടക്കൂല എന്ന് വരെ വിചാരിച്ചിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു റബ്ബേ എൻ്റെ കുട്ടിക്ക് പെണ്ണ് കിട്ടൂലായിരുന്നു. കാരണം ബാപ്പാൻ്റെ സ്വഭാവം ഇതല്ലേ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെയാലും പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കല്യാണമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ എൻ്റെ കുട്ടി ഗർഭിണിയാണ്. മാഷാ അല്ലാഹ്. എനിക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എൻ്റെ മരുമകളും മകനും മാത്രമാണ്. അല്ലാതെ എനിക്കൊരു പ്രതീക്ഷയില്ല എൻ്റെ ജീവിതത്തിൽ. പലവട്ടം വിചാരിച്ചിരിക്കണം ഞാൻ, പഠിച്ചോനെ ദുനിയാവ് എന്തിനാണ് ഇങ്ങനത്തെ ജീവിതം എനിക്ക് തന്നത്. പലവട്ടം പഠിച്ചവനോട് പറഞ്ഞിരിക്കണം, അല്ലാ എന്നെ അങ്ങോട്ട് എടുത്തോ, എനിക്കിവിടെ സമാധാനമില്ല, എന്തിനാണ് എന്നെ ഇവിടെ നിർത്തുന്നത്. ഒരുപാട് കരഞ്ഞ് പറഞ്ഞതാണ്.
പക്ഷേ പഠിച്ചോനെ എൻ്റെ ജീവിതത്തിലേക്കൊരു വെളിച്ചം പോലെയാണ് എൻ്റെ മരുമകൾ ഷിഫയെ എനിക്ക് തന്നത്. മരുമകൾ ആണിന് മുമ്പ് തന്നെ ഓൾക്ക് എന്നോട് വലിയ കാര്യം വലിയ ധൈര്യമായിരുന്നു. അതൊക്കെ പഠിച്ചവൻ്റെ ഓരോ കാരുണ്യം എനിക്കും എപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ കുട്ടി. പഠിച്ചോ ആയുസ്സിനെ നീട്ടിക്കൊടുക്കട്ടെ. ഷിഫിയെക്കുറിച്ച് അവളുടെ അസ്കറിൻ്റെ ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ടിട്ട് നുസൈബയുടെയും ഉമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. മാഷാ അല്ലാ, അല്ലെങ്കിലും ഷിഫ നല്ലതാണ്. നുസൈബ പറഞ്ഞു. ശരിയാണ്, അവൾ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അല്ലാതെ ഒരു അസൂയ കുശുമ്പോ ഒന്നും അവൾക്കില്ല. നല്ല മനസ്സിനുടമയാണ് ഷിഫ. പഠിച്ചവനവൾക്ക് നല്ല ജീവിതം കൊടുക്കട്ടെ. ആമീൻ. പൊന്നു മോളെ ദുആ ചെയ്യട്ടോ. നിങ്ങൾ 2 പേരും ഇപ്പോൾ ഗർഭിണികളാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്താൽ പഠിച്ച റബ്ബ് നിങ്ങളെ എന്തൊക്കെ തന്നെയായാലും പ്രാർത്ഥന സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതെ ജീവിച്ച് പോകണം. അതേ ഉള്ളൂ മോളെ എനിക്കാഗ്രഹം. ഒരാൾക്കും ബുദ്ധിമുട്ടാവരുത്. ഏയ് ഉമ്മ, ഇപ്പം നിങ്ങൾ എന്തിനാ വിഷമിക്കണേ? ഇപ്പം നിങ്ങൾ റാഹത്തായില്ലേ? നിങ്ങൾക്ക് മോനും മരുമകളൊക്കെ ആയിട്ട് ഉണ്ടല്ലോ നിങ്ങൾ സ്നേഹിക്കാൻ. ഇപ്പോൾ കണ്ടില്ല, ആ സുഖമില്ലാത്ത ഉപ്പാനെ വരെ നോക്കണേ. ഷിഫ. അതേടി, ഓൾ കറുപ്പില്ല. ഓൾ അതിന് ഓൽമെൻറ്റ് പറ്റി കൊടുത്തിട്ടും നേരത്തിന് മരുന്ന് കൊടുത്തിട്ടും വിളിച്ചൊണ്ടിട്ടും ഉപ്പ അത് കുടിച്ചോളി, നിങ്ങളെ മുഖത്തത്തെ സ്കിന്ന് മുറിയൊക്കെ മാറാനും ഇതിനെ അങ്ങനെ നോക്കിക്കൊണ്ടടക്കും. പഠിച്ച കൊടുക്കാനുള്ള കൂലി കൊടുക്കട്ടെ. കാരണം ആര് കിട്ടണ ഇത്രയും മുഖത്ത് മുറിയായി കിടക്കണ ഒരാളെ പരിചരിക്കാൻ ആര് കിട്ടണ? ആര് സ്വന്തം മക്കൾ കിട്ടുമോ? മക്കൾക്ക് വരെ അറപ്പായിരിക്കും. പക്ഷേ ഈ മരുമകൾ അദ്ദേഹത്തിൻ്റെ പഴുത്തൊലിച്ച ആ മുഖത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഇളം ചുടുവെള്ളത്തിൽ ഉപ്പിട്ട് അത് പതുക്കെ പതുക്കെ തുടച്ച് വൃത്തിയാക്കി കൊണ്ടുനടന്ന് മരുന്ന് തേച്ച് കുറേ ഉണക്കം വന്നില്ലേ? എന്തേന്ന് എൻ്റെ ആദ്യത്തെ രൂപം? അങ്ങനെ നോക്കിയത് ഈ പൊന്നു മോളാണ്. അതിനുള്ളത് പഠിച്ച മോൾക്ക് കൊടുക്കും. കാരണം അത്യധികം വേദനാജനകമായ അവസ്ഥയിൽ ആർക്കും അറപ്പ് തോന്നുന്ന രീതിയിൽ ആ ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്താൽ പഠിച്ചോനെ ഓൽക്കുള്ള പ്രതിഫലം എത്ര ആയിരിക്കും? അതിനുള്ളൊക്കെ ഉള്ളത് ഷിഫക്ക് കിട്ടും. കിട്ടട്ടെ. ആമീൻ. അവർ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഷിഫയുടെ പോരിഷ. അതെ, അവളല്ലെങ്കിൽ നല്ല പെണ്ണ് തന്നെയാണ്. നുസൈബയെ കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചതൊക്കെ അവൾ തന്നെയാണ്. അതുകൊണ്ട് അവളും രക്ഷപ്പെട്ടു. തറാവി കഴിഞ്ഞ് അതാ ഷമ്മാസും അസ്കറുമെല്ലാം എത്തി. ആ ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ, ഇവിടെ അടുത്താണോ പള്ളി? ആ ഉമ്മ, ഇവരെ വെള്ളേനുണ്ടല്ലോ, ഇവർ ആ ഭാഗത്ത് തന്നെ അവിടെയായിരുന്നു. ആണല്ലേ? പിന്നെ മോനെ, എന്നാൽ നീ നമുക്ക് അങ്ങോട്ട് പോകാൻ നോക്കിയാലോ? ഉമ്മ, പോകാനായിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. മക്കൾ ഉറങ്ങേണ്ടി ഉറങ്ങിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. നമ്മളെ വണ്ടിയിൽ സീറ്റ് അങ്ങാണ്ട് ചെരിച്ചിട്ടിട്ട് സെറ്റാക്കാം, അതൊന്നും കുഴപ്പമില്ലല്ലോ. അവർ ഉറങ്ങിക്കോട്ടെ. മോനെ ഉമ്മ, ഞാൻ ഇപ്പോൾ വരാം. ഹാജിയരോട് കുറച്ചുകൂടി. അല്ല മോനെ, ഇനി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോഴേക്കും അതാ അസ്കറിൻ്റെ ഉമ്മ വന്നു. മോനെ പോവില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് ഇനി പോവാം. അല്ല, ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. പഠിച്ചോനെ, എന്താ ഇതിന് ഇങ്ങനത്തെ ഒരു ഇത്? ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം, കുഴപ്പമില്ല. അങ്ങനെ ഏതാ ഹാജിയർക്കും അസ്കറിനും ഷമ്മാസിനുള്ള ഭക്ഷണം അതാ ഷിഫ അപ്പോൾ തന്നെ അവിടെ കൊണ്ടുപോയി വെക്കുന്നു. എന്നാൽ കഴിച്ചോളേ. മോനെ, എനിക്ക് പള്ളിയിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മുഖം കണ്ടാൽ എല്ലാവരും വെറുക്കും, എല്ലാവരും പേടിച്ചിട്ട് മാറി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. എനിക്ക് ഇവിടുന്ന് തന്നെ ഞാൻ എങ്ങനെയൊക്കെ. അത് സാരല്ല, നിങ്ങൾ മാറിയിട്ട് പോയിക്കോണ്ടേ. ഇൻഷാ അല്ലാ, പഠിച്ച റബ്ബ് നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ തെളിയിച്ച് നല്ല ക്ലിയറാക്കി തരട്ടെ. സംസം വെള്ളം കൊണ്ട് ഇടയ്ക്കൊന്ന് മുഖം കഴുകിക്കോണ്ടി നിയ്യത്ത് ചെയ്തിട്ട്. പഠിച്ചോനെ, എനിക്കെൻ്റെ പഴയ സൗന്ദര്യം, എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു പഴയ ഭംഗി നീ തിരിച്ചു തരണം റഹ്മാനെ എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്കർ പറഞ്ഞു, അല്ല, ഉപ്പയുടെയും ഷമ്മാസിൻ്റെയും ചർച്ചകൾ എപ്പോഴും കഴിഞ്ഞില്ലേ? ഇല്ല മോനെ, കുറച്ചും കൂടി ഉണ്ട്. ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അസ്കർ, കുറച്ചുകൂടി സമയം നീ ഒന്ന് മാറി നിൽക്കേണ്ടി വരും. ഉപ്പാക്ക് എന്തൊക്കെയോ മനസ്സിനുള്ളതിൻ്റെ ഉള്ളിലുള്ളത് എന്നോട് പറയാനുണ്ട്. ഒരു പക്ഷേ അത് ആയിക്കോട്ടെ കുഴപ്പമില്ല. ഒരു പക്ഷേ മകനോട് പറയുവാൻ കഴിയാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാം നീ കേൾക്ക് ഷമ്മാസെ, അതിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ അതിനെല്ലാ ഹെൽപ്പും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ അസ്കർ അവിടെ നിന്ന് മാറി നിന്നു. ഹാജിയരെ, ഇങ്ങോട്ട് പറയ്. മോനെ, പറയാനുള്ളത്, അതെ, അന്ന് ആ നിക്കാഹിൻ്റെ ആദ്യ ദിവസം അന്ന് രാത്രി അവൾക്ക് വേണ്ടി ഞാനവിടെ കാത്തിരുന്നു. ഷമ്മാസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി. റബ്ബേ, മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നു. റബ്ബേ, ഇത്ര
ഒരു പ്രായമായിട്ടും അയാൾക്ക് കല്യാണത്തിനോടുള്ള ഒരു പെണ്ണിനോടുള്ള ആഗ്രഹം ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ. അസ്തഗ്ഫിറുല്ലാ അല്ലേ പഠിച്ചോനെ. വേണ്ടാത്ത ചിന്തിക്കാൻ പാടില്ല. കാരണം പടച്ച റബ്ബ് ഓരോരുത്തരെ സൃഷ്ടിച്ചത് ഓരോ രീതിയിലായിരിക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ തെറ്റായ രീതിയിൽ അവരെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ, അത് പാടില്ല. അത് അവരുടെ ഇഷ്ടമാണ്. നമ്മളൊരിക്കലും അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ആ ദിവസം മോനെ നിനക്കിനി കേൾക്കാൻ കഴിയുമോ? നിങ്ങൾ പറയാ അജയരെ, ഞാൻ ഇവിടെ തയ്യാറാണല്ലോ. എന്ത് കേൾക്കാനോ? അന്ന് 12 മണിയായിട്ടും അവൾ കാണുന്നില്ല. ഞാൻ അവളങ്ങനെ കാത്തിരുന്നു. ലൈറ്റ് ഒരു ഡിം ലൈറ്റാണ് ഇട്ടിരുന്നത്. വലിയ ലൈറ്റൊക്കെ ഓഫാക്കി എല്ലാവരും ഉറങ്ങി. സമയം 12 കഴിഞ്ഞ് 1 മണി കഴിഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. എന്നാൽ അവൾ ഇടയ്ക്കിടെ അടുക്കളയുടെ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വല്ല ആവശ്യത്തിനായിരിക്കുന്നു. മോനെ സമയം പാതിരാ സമയം, എല്ലാവരും ഉറങ്ങി, എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത ആ ഒരു സമയം അവളതാ എൻ്റെ അരികിലേക്ക് വരുന്നു. ഷമ്മാസ് ആകാംക്ഷയോടെ അത് കേട്ടു. എന്നിട്ട് അവളതാ വരുന്നു. എന്താണ് എനിക്ക് സംഭവിച്ചത് അറിയില്ല. എന്നെ ഹജരെ എന്ന് വിളിച്ച് എൻ്റെ അടുക്കിലേക്ക് അവൾ വന്നു. മോളെ എൻ്റെ അടുത്തേക്ക് വാ. ഞാനത് പറയലും എന്താണ് എനിക്ക് സംഭവിച്ചത് അറിയണില്ല. ആചാര്യ നിങ്ങളിതാ, ഞാനിത് നിങ്ങളെ അടുത്തേക്ക് വരുന്നു. നിങ്ങളെ മണവാട്ടിയായിട്ട് നല്ല രീതിയിൽ, നല്ല ശബ്ദത്തിൽ, ആളെ മയക്കുന്ന രീതിയിൽ അവൾ എൻ്റെ അടുക്കിലേക്ക് വന്നു. പിന്നെ എന്താണ് സംഭവിച്ചത് എനിക്കറിയുന്നില്ല. എന്താ സംഭവിച്ചത്? ആകപ്പാടെ എൻ്റെ മുഖത്തേക്ക് എന്തോ വന്ന് വീഴുന്ന പോലെ എനിക്ക് തോന്നി. അത് ശക്തമായ രീതിയിൽ പൊള്ളലും നീറ്റലും എന്താണ് എനിക്കറിയുന്നില്ല ഒരുമിച്ച്. ഞാൻ അട്ടഹസിച്ചു, കരഞ്ഞു. കഴിയുന്നില്ല, കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. കൊട്ടാരത്തിലെ ആളുകളൊക്കെ ഓടിക്കൂടി. എല്ലാവരും എന്താ ഹാജിയ റൂമിൽ നിന്നാണെന്നല്ലോ ആ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താ? എല്ലാവരും ഓടിക്കൂടി എത്തിയപ്പോഴേക്കും എൻ്റെ സ്ഥിതി വളരെയധികം. ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവരാകെ പേടിക്കുന്ന രീതിയിലായിരുന്നു. അല്ല, ആസിഡോ? ഇത്രയും വലിയ പവറുള്ള വലിയൊരു ടിന്ന ആസിഡാണല്ലോ മുഖത്തേക്ക് ആയിട്ടുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചു? ആരൊഴിച്ചു? ചുറ്റുഭാഗത്തും എല്ലാവരും നോക്കി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇല്ല. അടുക്കളവാതിൽ വഴി അവൾ രക്ഷപ്പെട്ടിരുന്നു. അപ്പോഴേക്കും എല്ലാവരും എന്നെ പിടിച്ച് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എനിക്കൊന്നും അറിയുന്നില്ല. ഞാൻ സഹിച്ച വേദനക്ക്. പൊന്നു മോനെ, അന്ന് എനിക്ക് മനസ്സിലായി ദുനിയാവിൽ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഫലമായി കൊണ്ടത് ആ ദുനിയാവിൽ നിന്ന് തന്നെ എനിക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി മോനെ. ഞാൻ നീറിപ്പുകഞ്ഞ് എന്താണ് എനിക്ക് അറിയുന്നത് മനസ്സിലായില്ല. മരണത്തിന് ഇത്രയധികം വേദന ഉണ്ടാവുമോ എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. ഒരിക്കലും ബാക്കിയാവുമെന്ന് വിചാരിച്ചില്ല. ഞാൻ മരണം എൻ്റെ കൺമുമ്പിൽ കണ്ടു. ഞാനിതാ പരലോകത്തേക്ക് പോവാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ഹജീറെ, എന്നിട്ട് ആളെ കിട്ടിയോ? ആരാണിത്? മോനെ കേട്ടോ, അത് മറ്റാരും ആയിരുന്നില്ല. ഷമ്മാസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പറയൂ ഹജീറെ, എന്തൊക്കെ തന്നെയായാലും നമുക്ക് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. ഇത്രയ്ക്കും വലിയ ക്രിമിനലിനെ ഒരിക്കലും ജീവിക്കാൻ അനുവദിച്ചുകൂടാ. അവർ ഒരിക്കലും പുറംലോകം കാണാൻ പാടില്ല. ജയിലിൽ കിടന്ന് എണ്ണണം. അത് മാത്രം പോരാ, ഇഞ്ചിഞ്ചായി മരിക്കണം. അങ്ങനത്തെ ഇത്രയ്ക്കും വലിയ ക്രൂരത ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടുണ്ടോ? എന്തൊക്കെ തന്നെ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനേക്കാളും നല്ല ഒരൊറ്റ വെട്ടിന് കഴുത്ത് വെട്ടിക്കുകയാണെങ്കിൽ ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ലേ? അതേടാ, എനിക്ക് അങ്ങനെ ഒരു കൊല്ലൽ, അല്ലെങ്കിൽ ഒരു വെടിവെക്കുക, അല്ലെങ്കിൽ എൻ്റെ തല വെട്ടുകയാണെങ്കിൽ എനിക്ക് ഇത്ര വേദന വരില്ലായിരുന്നു. ഇതെന്നെ ജീവിക്കാനും മരിക്കാനും അനുവദിക്കാത്ത രീതിയിൽ എന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കുന്ന രീതിയിലുള്ള ശിക്ഷയാണ് എനിക്ക് തന്നത്. ഹജീറെ, എന്നിട്ട് നിങ്ങളെന്താ ആളെ വ്യക്തമാക്കാത്തത്? പറയാം മോനെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നീയും നിൻ്റെ ഭാര്യയും ഇനിയും ശ്രദ്ധിക്കണം. ഇനിയും നിങ്ങളുടെ ജീവിതം തകർക്കാൻ ഒരാൾ നടക്കുന്നുണ്ട്. ആ ആളാണ്. ഒരു നിമിഷം ഷമ്മാസിന് എന്തൊക്കെയോ തോന്നിപ്പോയി. ആചാര്യ, അതേടാ, നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഫസീല. ഷമ്മാസ് അത് കേട്ട് ഞെട്ടിത്തെറിച്ചു പോയി. യാ അല്ലാ, ആചാര്യ,
സത്യമാണോ നിങ്ങൾ പറയുന്നത്? അതേ മോനെ, സത്യമാണ്. അവളാണ് എൻ്റെ ഭാര്യയാകാൻ വേണ്ടി ഇവിടെ വന്നത്. അവൾ വന്ന ഉദ്ദേശം മറ്റൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കുക, ഒരാളെ ഇടങ്ങാറായ ദുനിയാവിൽ ജീവിക്കുക. ഒരിക്കലും അവരൊരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നത്. എൻ്റെ ആളുകളെ വിട്ട് നിങ്ങളിൽ ഒരാളെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അങ്ങനെയാണ് വന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അവളുടെ സൗന്ദര്യത്തിൽ ഞാനങ്ങ് മയങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ നീ ഇവിടെ എൻ്റെ ഭാര്യയായി നിൽക്കണം. അങ്ങനെ അവൾ ചതിക്കുവാൻ വേണ്ടി എന്നോട് യെസ് പറഞ്ഞതാണെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല. അവൾ വിചാരിച്ച രീതിയിൽ എല്ലാം കാട്ടിക്കൂട്ടി. അതാ അവൾ രക്ഷപ്പെട്ടു. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഫസീല, അവളെ പേടിക്കണം. അവൾ പിശാച്ചാണ്, പിശാച്ച്. ഇനിയും എന്തും ചെയ്യാൻ അവൾ മടിക്കില്ല. എല്ലാം കേട്ട് ഷമ്മാസിൻ്റെ ഹൃദയം വല്ലാതെ പൊട്ടിപ്പോയി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. തലയ്ക്ക് എന്തൊക്കെയോ ഒരു മന്ദപ്പ് വരുന്ന പോലെ. ഏത് നിമിഷവും തനിക്ക് ബോധക്ഷയം വരുമെന്ന തോന്നൽ. ഷമ്മാസ് അവിടെ കുഴങ്ങി അങ്ങ് ഇരുന്നു. ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. തലക്ക് കൈ കൊടുത്ത് അവൻ ഒരു നിമിഷം എന്തൊക്കെയായി തീർന്നു. മോനെ ഷമ്മാസ്, എല്ലാം കേട്ട് നീ അങ്ങ് പേടിച്ചോ? ഹാജിരെ, പേടിയല്ല, ഒരു തരം ഭയമാണ് എനിക്ക് ആ സ്ത്രീയെ ഇപ്പോൾ. ഒരു തരം ആ സ്ത്രീ ഇത്രക്കും നേജിയായിരുന്നോ? റബ്ബേ, പാവം എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ നവാസ്ക, പാവം അദ്ദേഹം ഇത്രക്കും വലിയൊരു ഷെയ്ത്താനായിരുന്നു കൊണ്ട് നടന്നിരുന്നത്. പഠിച്ചോനെ. ഹാജിരെ, ഞാൻ പോട്ടെ. മോനെ, ഒന്നും പറയാനില്ല, ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതം. നിങ്ങളിൽ ഒരാളല്ലെങ്കിൽ ഒരാളില്ലാതാക്കണം. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഞാൻ സമ്മതിക്കില്ല. അതെനിക്ക് ഇഷ്ടമല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് മോനെ ശ്രദ്ധിക്കണം. ഹാജിരെ, അപ്പം നിങ്ങൾ അതുകൊണ്ടായിരിക്കില്ലേ കേസൊക്കെ കൊടുക്കാൻ? അതെ, എൻ്റെ വിവാഹത്തിൻ്റെ ദിവസമല്ലേ, എങ്ങനെ കേസ് കൊടുക്കാനാ? ഞാനായിട്ടല്ലേ അങ്ങനെ ഒരു ഇതുണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് എല്ലാ ശിക്ഷയും കിട്ടി. അന്നത്തോടു കൂടി എൻ്റെ എല്ലാ ഇതും അവസാനിച്ചു. എൻ്റെ എല്ലാ അഹങ്കാരവും അവിടെ നിന്നു. ഈ ഒരു ശിക്ഷ എനിക്ക് പഠിച്ചവനായിട്ട് തന്നതാണ്, പക്ഷെ ഓളെ കൈകൊണ്ടാന്ന് മാത്രം. അതുകൊണ്ട് പൊന്നുമോനെ, നീ ശ്രദ്ധിക്കണം കേട്ടോ, നീയും ഭാര്യയൊക്കെ പോകുമ്പോൾ. ഹാജിരെ, ശരി, ഞാൻ പോവാണ്, എനിക്കൊന്നും കേൾക്കണ്ട. മോനെ ശ്രദ്ധിക്കണം, അതേ പറയാനുള്ളൂ. അങ്ങനെ അതാ ഹാജിയരോട് സലാം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഷമ്മാസ് മുഖമാകെ ചുവന്നിരിക്കുന്നു, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഉമ്മാ, നുസി. ഷമ്മാസ് വിളിക്കുന്നുണ്ട്. പോട്ടെ, പോവാ. ഉമ്മയുടെ മുഖത്തേക്ക് അവൻ നോക്കിയില്ല, നുസൈബയുടെ മുഖത്തേക്ക് അവൻ നോക്കിയില്ല. വരി, വണ്ടി കയറുക. അസ്കറെ, എന്നാൽ ശരിടാ, ഞങ്ങൾ പോട്ടെ, ഇൻഷാ അല്ലാ പിന്നെ വരാം. എന്താടാ നീ എൻ്റെ മുഖത്തേക്ക് വെക്കാത്തത്? ഹേയ്, ഒന്നുമില്ല ഉമ്മ, ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ഷിഫ, എന്നാൽ ശരി, ഇൻഷാ അല്ലാ പിന്നെ കാണാം. അങ്ങനെ അതാ അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുന്നു. ഷമ്മാസിനെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെയാണ് തോന്നുന്നത്. അവൻ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു. മക്കളെ ഉറങ്ങിയോ? ഉറങ്ങി. ചെറുതിനെ ദാ നുസി എടുത്തേക്കണേ, വലുതിനെ ഞാനും എടുത്തേക്കണ്. ഉമ്മ, ഇനിയിപ്പോൾ ഇവിടെ എത്തിയില്ലേ, ഈ വണ്ടി എടുക്ക്, ഉമ്മ പറഞ്ഞു. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയില്ല. ഷമ്മാസിനതിന് കഴിഞ്ഞില്ല. റബ്ബേ, എൻ്റെ ഉമ്മയുടെ മരുമകൾ ഇത്രക്കും വലിയൊരു പഠിച്ചവൻ, ഇത്രക്കും വലിയ ക്രിമിനലാന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. വല്ലാത്തൊരു പ്ലാനിങ്. റഹ്മാനെ, എങ്ങനെ വിശ്വസിച്ച് നിൽക്കും വീട്ടിൽ? എങ്ങനെ വിശ്വസിച്ച് നിൽക്കും? നുസൈബയെ, ഉമ്മയെ, മക്കളെ, നവാസ്കയെ എല്ലാവരെയും കുറിച്ച് ഓർത്തപ്പോൾ ഷമ്മാസിന് നല്ല വിഷമം തോന്നി. പഠിച്ചവനെ, അവൾ ഇതുകൊണ്ടൊന്നും നിർത്തൂല. അത്രയ്ക്കും വലിയൊരു കുറ്റാണ് അവൾ ചെയ്തത്. അതും അത്രയും വലിയൊരു ടിന്ന് ആസിഡെടുത്തിട്ട് ഒരാണിൻ്റെ മുഖത്തേക്ക് ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചവനെ, വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ ഇത്. ഷമ്മാസ് ആകെ വിറക്കുന്ന പോലെയാണ്. മോനെ ഷമ്മാസേ. അവൻ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാ എന്തൊക്കെയോ വാഹനമായി തീരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഷമ്മാസേ, എന്താടാ നേരെ ഓടിക്ക്, എന്തെനിക്ക് ഉറക്കം വന്നിട്ടാണോ? ഹേയ്, അവൻ പെട്ടെന്ന് ബ്രേക്ക് അമർത്തി ചവിട്ടുന്നുണ്ട്. എന്താ ഇത്, മെല്ലെ ഓടിച്ചൂടെ? ഇത് കണ്ടില്ല, മക്കളൊക്കെ ഉറങ്ങുകയാണ്. നുസൈബയുടെ ശബ്ദം. എന്താ ഈ ചെക്കനക്ക് പിരാന്തേക്കണോ? അവിടെ തന്നെ വന്നപ്പോൾ തുടങ്ങിയതാണല്ലോ.
ഭയങ്കര സ്പീഡും ബ്രേക്ക് പിടിക്കലും അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും എന്തെങ്കിലും ഓടിക്കാൻ അറിയില്ലേ? അറിയാത്ത മാതിരി ഒരു കാട്ടിക്കൂട്ടൽ. ഓനൊരു പാകത്തെ സ്പീഡിൽ എപ്പോഴും ഓടിക്കുള്ളൂ. ഇത് കണ്ടില്ലെന്ന് സ്പീഡ് കൂടെ കുറേ ബ്രേക്ക് പിടിക്കുക എന്തൊക്കെയാണ്? എത്ര വണ്ടിക്കാണ് തട്ടാൻ പോണത്? ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചു നോക്ക്. അവനൊന്നും മിണ്ടുന്നില്ല. ഉമ്മയെങ്ങാനും ഇതറിഞ്ഞാൽ, നുസൈബ ഇതറിഞ്ഞാൽ, നവാസ്ക ഇതറിഞ്ഞാൽ എന്തായിരിക്കും അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ? തൽക്കാലം ഒന്നും പറയണ്ട, എല്ലാം മനസ്സിൽ വെക്കാം. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. പെട്ടെന്നതാ മുന്നിലേക്ക് ഒരു ലോറി. ഷമ്മാസ് നേരെ പോയി ആ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുന്ന പോലെയാണ് ഉമ്മാക്ക് തോന്നിയത്. മോനെ! ഷമ്മാസ് ഉള്ള ശക്തിയിൽ ബ്രേക്ക് അമർത്തി ചവിട്ടി. എല്ലാവരും മുന്നോട്ട്. മോനെ എന്താണ് ഈ കാട്ടണത്? ഏയ് ഇല്ലുമ്മ, തട്ടിയിട്ടില്ലല്ലോ. തട്ടൂല. എന്താണ് എനിക്ക് ഭ്രാന്ത് അയക്കണോ? മര്യാദക്ക് മുഖമൊന്ന് കഴുകിക്ക, ഇറങ്ങിക്കാണ്ട്. ഉമ്മ ചീത്ത പറഞ്ഞു. ഷമ്മാസ് അവിടെ വാഹനം സൈഡാക്കി വണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് മുഖം നന്നായിട്ട് കഴുകി. അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെയായിരുന്നു. പഠിച്ചോനെ, ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും വലിയൊരു ക്രിമിനലോ? ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. നവാസ്കയോട് ഞാനിതെങ്ങനെ പറയും? എനിക്കറിയുന്നില്ല. അവൻ വീണ്ടും വാഹനം ഓടിക്കാൻ തുടങ്ങി. ഉമ്മ ചോദിച്ചതിനൊന്നും മറുപടി പറയുകയോ കാര്യമായിട്ട് ഉത്തരം പറയുകയോ ഷമ്മാസ് ചെയ്തില്ല. ഉമ്മാക്ക് ദേഷ്യം പിടിച്ചു. ചെക്കൻ എന്താന്ന് അവിടെ പോയി വന്നതിൻ്റെ ശേഷം ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് പോകണ്ടെന്നുള്ളത്. എന്താ തന്ത പറഞ്ഞു കൊടുത്തിക്കണമെന്നാവാം. എന്താടാ എനിക്ക്? അന്നെന്തെങ്കിലും കാട്ടിക്കണോ? മയക്കുമരുന്ന് തന്നോ? എൻ്റെ സ്വഭാവം ഒക്കെ മൊത്തത്തിൽ മാറിയിക്കണല്ലോ. ഉമ്മ ദേഷ്യത്തോടെ പറയുകയാണ്. ഷമ്മാസ് കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല. നുസൈബയും പറഞ്ഞു, എന്ത് പറ്റിയത് കാക്ക്? അങ്ങനെ ഇല്ലായിരുന്നല്ലോ, സ്വഭാവമൊക്കെ മൊത്തത്തിൽ മാറിയ പോലെ. എന്തിക്കാ? ഒന്നുമില്ല, നമുക്ക് പോകണം, വേഗം വീട്ടിലേക്ക് പോവാം. തന്നെയും നുസൈബയെയും ജീവിക്കാൻ സമ്മതിക്കില്ല. ഏത് നിമിഷവും അവരെ നശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഫസീലത്തിയുടെ പ്ലാനിങ്. പഠിച്ചോനെ റബ്ബേ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് റഹ്മാനെ ഇപ്പോഴും ഞങ്ങളെ വേട്ടയാടുന്നത്? ഞങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് അവൾക്ക് എന്തെത്ര പ്രയാസം. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിപ്പോയി. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് സൗദത്തെ കൊണ്ടുവരണം. അതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ ഇതിങ്ങനെ എന്നും പ്രശ്നങ്ങളായിരിക്കും. ഷമ്മാസിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. വീടെത്തുന്നവരെ കാര്യമായിട്ട് അവനൊന്നും സംസാരിച്ചില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴതാ വീടെത്തി. നവാസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മക്കളേതാ അവൻ എടുത്തുകൊണ്ട് പോകുന്നു. ഒരു നിമിഷം നവാസിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ. പഠിച്ചോനെ, എൻ്റെ ഇക്കയുടെ ഭാര്യയാണല്ലോ ഇത്രക്കും വലിയ ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്യുന്നത്. എങ്ങനെ അവൾക്കതിന് കഴിയുന്നു? പഠിച്ചോനെ, പെട്ടെന്ന് ഡൈവോഴ്സ് ആക്കണം ഇത്തേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇനിയും സംഭവിക്കും. റഹ്മാനെ, എന്താ ചെയ്യുക? ആകെ ഷമ്മാസ് എല്ലാം കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഫസീലത്തെയാണ് അത് ചെയ്തതെന്ന്. വേറെ ആരോ ചെയ്തതാണ് എന്നൊക്കെയായിരുന്നു വിചാരം. പക്ഷേ എന്ത് ചെയ്യാൻ? തൻ്റെ മൂത്തച്ചിയുടെ പേര് തന്നെ കേട്ടപ്പോൾ ശരിക്കും ആ ഒരു ഷോക്കിൽ തന്നെയാണ് ഷമ്മാസ്. അതിൽ നിന്ന് മോചിതയാകാൻ, അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ അവനക്ക് ശരിക്കും കഴിയാത്ത പോലെ. എന്നാലൊരു പെണ്ണ് ഇതെങ്ങനെ ചെയ്യോ? എങ്ങനെയാണ് റബ്ബേ ഇത്രയധികം ധൈര്യം കിട്ടിയത്? പഠിച്ചോനെ, ഇങ്ങനെയുണ്ടല്ലോ, എങ്ങനെ വിശ്വസിച്ച് ജീവിക്കും ഇവിടെ? ആ രാത്രിയിൽ ഷമ്മാസിന് ഉറക്കമുണ്ടായിരുന്നില്ല. തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു. നുസൈബ് ചോദിച്ചു, അല്ലെന്ന് എന്തെങ്കിലും ഇങ്ങനെ കിടക്കുന്നത്? അല്ലെങ്കിൽ കിടന്നാൽ ഉറങ്ങുമല്ലോ, ഇന്നെന്ത് പറ്റി? ഒന്നുമില്ല പെണ്ണേ. എന്താ പറ്റിയത്? പറ. ഒന്നുമില്ല, ഏത് സമയവും മരണം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നോർത്ത് കിടക്കുകയായിരുന്നു ഞാൻ. എന്താ അങ്ങനെയൊക്കെ എപ്പോഴും പറയുന്നത് ഇപ്പോൾ? നമ്മളില്ലാതാക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലോ? പ്ലീസ് എന്തൊക്കെ അങ്ങനെ നിങ്ങൾ പറയല്ലേ, എനിക്ക് പേടിയാണ്. മോളെ, ഏത് നിമിഷവും നമ്മൾക്ക് മരണം സംഭവിക്കും. നമ്മളെപ്പോഴും ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കണം. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നുസൈബയെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു. പഠിച്ചോനെ, ഒരിക്കലും തട്ടി മാറ്റരുത്. മരിക്കുമ്പോളും പഠിച്ചോനെ എന്നും കൂടെ വേണം. കുറച്ചു കാലം കൂടി ജീവിക്കാൻ ആഗ്രഹമുണ്ടല്ല, തട്ടി മാറ്റില്ല അല്ല എൻ്റെ കയ്യിൽ നിന്ന്. എനിക്കത്രക്കും ഇഷ്ടമാണ് എൻ്റെ പെണ്ണിന്. അല്ല,
എൻ്റെ കുഞ്ഞിനെ കാണണം എനിക്ക്. അതൊക്കെ കണ്ടിട്ട് കുറച്ച് കാലം നല്ല രീതിയിൽ ജീവിച്ചിട്ട് മരിച്ചാൽ മതിയല്ല. കുറച്ചും കൂടെ ആയുസ് തരണം റഹ്മാനെ. ഇപ്പോഴാണ് എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കടന്നത്. അല്ലാ, എൻ്റെ പെണ്ണിനെയും എൻ്റെ കുഞ്ഞിനെയും അനാഥമാക്കുന്ന രീതിയിൽ നീ എന്നെ കൊണ്ടുപോവല്ലേ അല്ലാ. ഷമ്മാസ് നുസൈബയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നുസൈബ ചോദിച്ചു, ഇത് എന്ത് പറ്റി? എന്തെങ്ങനെ ഇമോഷണലാണിത്? എന്ത് കാര്യം? ഒന്നുമില്ല. ആ രാത്രിയിൽ നുസൈബക്കും വളരെയധികം സങ്കടം വന്നു. കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വളരെയധികം സങ്കടപ്പെടുന്നു. കാര്യം എന്താണെന്ന് പറയുന്നേയില്ല. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.